ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, എനിക്ക് അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയില്ലായിരുന്നു. അത് പറയുന്നതിൽ എനിക്ക് നാണക്കേടോ വിഷമോ ഇല്ല. കരയരുത് വിശാലം. പെണ്ണിന് വിരയിളക്കത്തിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നത്. അള്ളാഹു എനിക്ക് ആരോഗ്യം തന്നു, സമയം തന്നു, പഠിക്കാനുള്ള അവസരങ്ങളും തന്നു. ഇത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അള്ളാഹുവിന്റെ കിതാബ് വായിക്കാൻ ഞാൻ ശ്രമിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ എന്ത് മറുപടി പറയും? എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്. ഇത്രയും പ്രായമായില്ലേ, ഇനി തുടങ്ങാൻ വൈകിപ്പോയി എന്ന് കരുതുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിക്കോട്ടെ എന്ന് കരുതി പറയാ. നമുക്ക് ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങാം. ഇൻഷാ അല്ലാഹ് എന്നെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണേ. ഖുർആൻ പടച്ചോൻ എന്ന നമ്മുടെ സ്രഷ്ടാവ് അദ്ദേഹം നിർമ്മിച്ചു വിട്ട ഈ സാധനത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തയച്ചിട്ടുള്ള കാറ്റലോഗാണ്, അല്ലെങ്കിൽ യൂസർ മാനുവൽ ആണെന്ന്. അള്ളാഹു എന്ന നിർമ്മാതാവ് തന്റെ സൃഷ്ടികൾക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ച മാനുവലാണ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ എല്ലാ ഭാഷയിലും ഓരോ കോപ്പി ഇറക്കണം. അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമൊന്നല്ല. നിങ്ങൾ പറയാം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ പിന്നെയും ചെറുതാക്കുകയാണ്. കാരണം ഒരു കുൻ അങ്ങോട്ട് വെച്ച് കാച്ചാൽ മതി. കുൻ ഉറക്കനായിട്ട് വെച്ച് കാച്ചിയാൽ എന്തും സാധ്യമാകുന്ന ആളാണ് പഠിച്ചോൻ. അങ്ങനെയാണെങ്കിൽ മൂപ്പര് ലോകത്തുള്ള എല്ലാ ഭാഷയിലും എന്റെ ഈ കാറ്റലോഗിന്റെ ഒരു കോപ്പി വരട്ടെ കുൻ എന്നാണ് പറഞ്ഞാൽ പോലെ.